അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അനുമോൾ തന്നെയാണ് കപ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഹായിച്ചാൽ എനിക്കൊരു 1000 സബ്ബാവും, ഒന്ന് സഹായിക്കണേ. അനുമോൾ കപ്പടിച്ചതിൽ സന്തോഷം മാത്രം, എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അനുമോൾ അല്ലെങ്കിൽ അനീഷ് കപ്പടിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം അനീഷ് നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു. ആദ്യം മുതലേ വീട്ടിൽ ഒരു ഗെയിം ചേഞ്ച് കൊണ്ടുവന്നൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അയാളൊരു മൈൻഡ് ഗെയിമറായിരുന്നു പ്രത്യേകിച്ച്. എന്നാൽ അവസാന ഘട്ടത്തിൽ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി കാരണം നമ്മളെല്ലാം ആഗ്രഹിച്ചു പോയി അനുമോൾ തന്നെ കപ്പടിക്കണമെന്ന്. കാരണം അവറ്റകളുടെ മുഖം ആ സമയത്ത് കാണണമെന്ന് നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലെയൊക്കെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അനുമോൾ ഇതാ കപ്പെടുത്തിരിക്കുന്നു. അനുമോൾ കപ്പെടുത്ത സമയത്ത് നിങ്ങൾ ശൈത്യയുടെയൊക്കെ മുഖം കണ്ടായിരുന്നു. ഒരു സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നടന്നിരുന്നവരാണ്. ശൈത്യയ്ക്കാണെങ്കിൽ ഒരു തരി പോലും ആഗ്രഹമില്ലായിരുന്നു അനുമോൾക്ക് കപ്പ് കിട്ടണമെന്ന്. ആദിലെ നൂറയും അനുമോൾക്കാണ് കപ്പെന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ അഭിനയമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ശൈത്യ, അപ്പാനി ശരത്ത്, ബിൻസ് ഇവരുടെയൊക്കെ മുഖം കടന്തൽ കുത്തിയ പോലെ തന്നെയായിരുന്നു. ഒരു സന്തോഷമില്ലാത്ത രീതിയിലായിരുന്നു ഇരുന്നത്. ഇവരൊക്കെ വിചാരിച്ചിരുന്നു അനീഷിനാണ് കപ്പ് കിട്ടുന്നതെന്ന്. എന്തായാലും അനുമോൾ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു ബലം കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നതിനേയും കാട്ടിയും സാധാരണക്കാരെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? തികച്ചും പരിചയമില്ലാത്തതും വ്യത്യസ്തരും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ ഗെയിമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇവർ ഗെയിം കളിക്കുന്നത്, എങ്ങനത്തെ സ്വഭാവക്കാരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. കൂടാതെ അനുമോൾക്ക് കപ്പ് കിട്ടിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? എന്തായാലും കമൻറ്റായി എഴുതി അറിയിക്കൂ. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.